Hello friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ കിച്ചൻ. ഞാൻ റിനി. ഞാനിതാ വീണ്ടും എത്തിയിരിക്കുകയാണ് മറ്റൊരു വിഭവവുമായിട്ട്. മെൽറ്റിംഗ് മൊമെന്റ്സിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ വിഭവമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഒരു മഷ്റൂം കറി, മഷ്റൂം മസാല. മഷ്റൂമൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്ന സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഈ മഷ്റൂം മസാല നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ മെൽറ്റിംഗ് മൊമെന്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ മഷ്റൂം മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മഷ്റൂം മസാല തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണിത്, ബട്ടൺ മഷ്റൂം. ഈ ബട്ടൺ മഷ്റൂം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിനെ നടുവേ 4 അല്ലെങ്കിൽ 6 കീറിയെടുക്കാം. ഇനി ഒത്തിരി വലിയ സൈസിലുള്ള മഷ്റൂം ആണെങ്കിൽ 8 പീസസ് ആയിട്ട് നമുക്കതിനെ വേണമെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ എടുത്തിരിക്കുന്ന ബട്ടൺ മഷ്റൂമാണിത്. ഇത് ഒരു വലിയ സവോള ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി വേണ്ടത് ടൊമാറ്റോയാണ്. മീഡിയം സൈസിലുള്ള 2 ടൊമാറ്റോയാണ് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും നന്നായിട്ട് പഴുത്ത തക്കാളി ആയിരിക്കും നല്ലത്, കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട്. അല്ലെങ്കിൽ ഒരു ചെറിയ പുളി ഉണ്ടാവും. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇത് ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇനി വേണ്ടത് മസാലക്കൂട്ടാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ജീരകം, ഒരു 2 പിഞ്ച് ജീരകം ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇവിടെ ഒരു ഐറ്റം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാല. നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന മീറ്റ് മസാലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ തക്കാളി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു പേസ്റ്റ്, നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കി വേണം എടുക്കാനായിട്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 3/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ചേർക്കാനുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, മുളകും ഒക്കെ മൂത്ത ഒരു മണം വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പൊടികളാണ്. ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകം പൊടിച്ചെടുത്തത്, അതുപോലെ തന്നെ മീറ്റ് മസാല. ഇതെല്ലാം ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് തക്കാളിയാണ്.
അപ്പോൾ മിക്സിയുടെ ജാറൊന്ന് കഴുകി അല്പം വെള്ളം ഒഴിച്ച് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഗ്രേവിയും മഷ്റൂമും കൂടെ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി മഷ്റൂം വേവാൻ തുടങ്ങുമ്പോൾ അതിലുള്ള വെള്ളം കുറേ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ അത് തന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് കിട്ടും. നന്നായിട്ട് ഇളക്കി ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ വറ്റി ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മഷ്റൂം നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് സോഫ്റ്റായിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല ഒരു തിള വന്നു കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കുക. ഈ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ മഷ്റൂം മാത്രം വാങ്ങേണ്ട ആവശ്യമേ ഉള്ളൂ. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ കിച്ചണിൽ വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുമാണ്. ചപ്പാത്തിക്ക് പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. ഇന്നത്തെ ഈ മഷ്റൂം മസാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മെൽറ്റിംഗ് മൊമെൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.